ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നുണ്ടല്ലോ തെയ്യം കാണാൻ വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്തുള്ള കൂടത്തിങ്കൽ അമ്പലത്തിൽ ഞങ്ങൾ മലബാറിലൊക്കെയാണല്ലോ തെയ്യം കാണുന്നത്. ഞങ്ങളുടെ ഈ കൊച്ചു നാട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ തെയ്യം വരണേ. അപ്പോൾ അവിടെ ചൂട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്കൊന്ന് വിറക് കത്തിക്കുന്നതെന്ന് അവിടെ തെയ്യക്കാരെല്ലാം റെഡി ആയിട്ട് 2 തെയ്യങ്ങളാണ് കേട്ടോ ഉള്ളത്. ഒന്ന് ഗുളികനും പിന്നെ ഒന്ന് ചാമുണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടൊരു തെയ്യവും. പിന്നെ അവരെ എനിക്ക് തോന്നുന്നു ആനയിച്ചുകൊണ്ട് വരുവാന്ന് തോന്നുന്നു. ഫസ്റ്റ് അവർ രണ്ടും കൂടെ അമ്പലത്തിൻ്റെ ആ സൈഡിലോട്ട് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. പിന്നെ ഗുളികൻ്റെ ആയിരുന്നു കേട്ടോ ആദ്യം. എനിക്ക് തോന്നുന്നു വായിച്ചെടുക്കുവാന്ന് തോന്നുന്നു ഗുളികനെ. പിന്നെ ഗുളികൻ്റെ തെയ്യം കാണാൻ എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കാണുമല്ലോ, സ്പീഡ് ആക്കിക്കൊണ്ടാട്ടോ ഇത്ര സ്പീഡ്. ഭയങ്കര സ്ലോ ആണ് ഈ തെയ്യം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് കേട്ടോ ഗുളികൻ്റെ ഫുൾ ഇതെന്ന് പറഞ്ഞാൽ. ഫുൾ രൂപം എന്ന് വെച്ചാൽ ഇതാണ്. ഭയങ്കര വെയിറ്റാണ്. മുളയിലാണ് കേട്ടോ ഈ സാധനം ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ മുഖംമുടിയും കൂടെ ആകുമ്പോൾ എൻ്റെ പൊന്നെ, നമുക്ക് സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ അമ്മയുടെ മുന്നിലായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. പിന്നെ ഗുളികനെ കൊണ്ട് അവിടെ വെച്ചു എങ്കിലും അടങ്ങിയിരിക്കുന്നില്ല ഗുളികൻ. പിന്നെ നമ്മുടെ ചാമുണ്ടി വന്നു. ചാമുണ്ടിയുടെ തീയിലാണ് കേട്ടോ പരിപാടി. അപ്പം ചാമുണ്ടി വന്നപ്പോഴത്തേനും ഈ ലൈറ്റെല്ലാം ഓഫ് ചെയ്തിട്ട് തീയുടെ ലൈറ്റ് മാത്രമായി എല്ലായിടത്തും. പിന്നെ അവിടുത്തെ ആ പുരയുടെ അവിടെ മാത്രമാണ് തോന്നുന്നു ലൈറ്റ് ഇട്ടത്. പിന്നെ അതിന് വരാൻ തുടങ്ങി. ചെണ്ട കൊട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചെണ്ട കൊട്ടി ചാമുണ്ടീനെ ആവാഹിച്ചെടുത്തു. അങ്ങനെ ചാമുണ്ടിയും തുടങ്ങി കേട്ടോ. പുറകെ ഇങ്ങനെ 2 പേര് നടക്കണം, എന്നെ ഒഴിക്കാനും പിന്നെ തീ കത്തിയാൽ കെടുത്താനായിട്ടൊക്കെ 2 പേര് നടക്കണം. എങ്കിലും നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് പിന്നെ അവരും ചെയ്യുന്നു. പിന്നെ ഇടയ്ക്ക് ഇവിടുത്തെ കരയോഗ കെട്ടിടത്തിൻ്റെ, എനിക്ക് തോന്നുന്നു അമ്പലത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു, അവർ വന്നിട്ട് അമ്പലത്തിൻ്റെ സെക്രട്ടറി പ്രസിഡൻ്റായിരുന്നു തോന്നുന്നു, പുള്ളിയെ വിളിച്ചിട്ട് ഇന്നപോലെ പറയുന്നുണ്ട്, സന്തോഷമായില്ലേ ഞങ്ങൾ വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കറങ്ങിയിട്ട് തീയെല്ലാം കൂടെ സ്പ്രെഡായിട്ട് ആ കത്തിച്ച് വെച്ച വിറകിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെയാണ് കേട്ടോ ഈ തെയ്യം നടക്കുന്നത്. പിന്നെ ഭയങ്കര കറക്കമൊക്കെ ആയിരുന്നു. എനിക്കാണ് ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെയുള്ളൊരു കാര്യമല്ലേ, എന്നാ പറയണേ, അനുഗ്രഹം കിട്ടിയിട്ടായിരിക്കാം, ഭയങ്കര ഇതൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഇവരെല്ലാവരും വരുന്നത്, മറ്റേ നോയമ്പൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊള്ളത്തൊന്നും ഇല്ലായിരിക്കും. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്കൊക്കെ ഇവർ കയറി ഇരിക്കുന്നത് ഞാൻ പേടിച്ചു ഇടയ്ക്കിടയ്ക്ക് കണ്ടോ. ഇതുപോലെ തീയെങ്ങാനും കത്തുവാണെങ്കിൽ കെടുത്താനായിട്ട് ആൾക്കാർ പുറകെ നടക്കണം. പിന്നെ കണ്ടില്ല, ഇതുപോലെ നടക്കും. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇത് ലാസ്റ്റ് ആയപ്പോഴത്തേനും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളോട് അനുഗ്രഹം വായിക്കാനും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹാരമൊക്കെ പറയാനായിട്ടും ഞങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി. ഇപ്പം ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു. ഞാൻ സ്ട്രോബെറി ആണ് കേട്ടോ വാങ്ങിച്ചത്. ശ്രീകുട്ടി പുസ്തകം ഇത്ര